അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും പുനരാരംഭിക്കുകയാണ്. ഗംഗാവലി നദിയിൽ നിന്ന് ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടക്കുക. സോണാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നേവി തിരച്ചിൽ നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏകദേശം 60 അടി താഴ്ചയിൽ മണ്ണ് മാന്തുന്നതിന് വേണ്ടിയുള്ള മെഷീനൊക്കെ, ആധുനിക മെഷീനൊക്കെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമൊക്കെ. എന്തായാലും അവിടുത്തെ തെരച്ചിലിന്റെ ഒരു സമഗ്ര വിവരങ്ങൾ നൽകാൻ സന്തോഷ് ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. അവിടെ തിരച്ചിലൊക്കെ പുനരാരംഭിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ഒരു അവസ്ഥ എന്താണ്? അതോടൊപ്പം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിച്ചിട്ടുണ്ടോ? അഞ്ജന, തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരെല്ലാം, ആർമി ഉദ്യോഗസ്ഥരെല്ലാം അങ്ങോട്ടേക്ക് പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരച്ചിൽ ഇന്ന് 9ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും അർജുനും ലോറിയും കാണാമറയത്ത് തന്നെയാണ് ഉള്ളത്. ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. നേവി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് സോണാർ സിഗ്നൽ ഈ നദിയുടെ മധ്യഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. കനമുള്ള ഒരു വസ്തുവിൻ്റെ സിഗ്നലാണ് ലഭിച്ചത്. നേരത്തെ റഡാറിലെ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് സോണാർ സിഗ്നൽ കൂടി ലഭിച്ചത്. അതുകൊണ്ട് അവിടെ ഗംഗാവാലി നദിയിലെ ഈ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. ഈ വെള്ളത്തിൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനായി സൗണ്ട് വേവ് ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയാണ്, സോണാർ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയാണ്. അതിലാണ് കനമുള്ള വസ്തുവിൻ്റെ സാന്നിധ്യം ഈ പറയുന്ന നദീതീരത്ത് നിന്നും ഏതാണ്ട് 50 മീറ്ററോളം മാറിയുള്ള ഒരു സ്ഥലത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയായിരിക്കും ഇന്ന് പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ ഈ 60 അടി ആഴത്തിൽ മണ്ണെടുക്കാൻ കഴിയുന്ന ബൂം സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയും അതോടൊപ്പം തന്നെ ആർമിയും ദുരന്ത നിവാരണ ഏജൻസിയും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നതിനായി രംഗത്തുണ്ട്. കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെയൊന്നും ഇന്നലെ ഈ തിരച്ചിൽ നടത്തുന്ന സംഘത്തോടൊപ്പം ചേരാൻ അനുവദിച്ചിരുന്നില്ല. ഇന്നും ഇപ്പോൾ ഇന്നലെ എല്ലാ മാധ്യമങ്ങളെ ഉൾപ്പെടെ തടഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെ ബാരിക്കേഡുകൾ വെച്ച് അതിനപ്പുറത്തേക്ക് മറ്റു വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഈ തിരച്ചിൽ സംഘത്തിൻ്റെയും കർണാടകയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ മാത്രമേ ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് കടത്തിവിടുന്നുള്ളൂ. ഏതായാലും ഈ ഒരു തിരച്ചിലിൻ്റെ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് രാവിലെ മുതൽക്ക് തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നത്. ഇന്നലെ പ്രധാനമായും ഈ റോഡിൻ്റെ മണ്ണിടിഞ്ഞ ഭാഗത്തിൻ്റെ നേരെ മറുഭാഗത്ത് നദിയോട് തീരത്തോട് ചേർന്നുള്ള മണ്ണ് അടിഞ്ഞുകൂടി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയും അതോടൊപ്പം തന്നെ നദിയിലുമാണ് തിരച്ചിൽ നടത്തിയത്. ഇന്നും സമാന രീതിയിൽ തന്നെയാണ് തിരച്ചിൽ തുടരുക. എന്നാൽ ഈ നദിയിൽ സിഗ്നൽ കണ്ട സ്ഥലത്ത് കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഒരു പ്രതീക്ഷ, ഈ സോണാർ സിഗ്നൽ ലഭിച്ചതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഏതെങ്കിലും ഒരു കനമുള്ള വസ്തു, അതൊന്നുകിൽ ഈ ലോറിയുടെ ഭാഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവിടെ ഒരു ടവർ ഇടിഞ്ഞു വീണിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. ഏതായാലും തിരച്ചിൽ ഇന്നലെ 8 മണിയോട് കൂടിയാണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിച്ചത്. ഇപ്പോൾ നമുക്ക് ഇതുവഴി സൈന്യത്തിൻ്റെ വാഹനങ്ങളും സൈനികരുമെല്ലാം തന്നെ കടന്നു പോയിട്ടുണ്ട്. അല്പസമയം തന്നെ തിരച്ചിൽ ആരംഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. അഞ്ജന, സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ബൂം ലെങ്ത് മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അതിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്ക് വലിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ അപ്പോഴും 9ാം ദിവസമാണെന്ന്, അനാസ്ഥയുടെ 9 ദിവസങ്ങളാണ് പിന്നിടുന്നത്. സ്വാഭാവികമായും കേരളത്തിന് അതിലുള്ള ആശങ്ക എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല. അതോടൊപ്പം തന്നെ ഈ ബൂം ലെങ്ത് മെഷീൻ, അത് ഏകദേശം 60 അടിയോളം താഴ്ചയിൽ ഒക്കെ മണ്ണൊക്കെ മാറ്റി പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, പക്ഷെ അതിപ്പോൾ എത്തിക്കുന്നുണ്ടെങ്കിലും 9 ദിവസങ്ങൾക്ക് ശേഷമാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ആ ഒരു അനാസ്ഥ എന്ന് പറയുന്നത് അത് ഒരിക്കലും ചെറുതല്ല. ഇതൊക്കെ ആദ്യം എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുമായിരുന്നു.
അതായത് ഈ നദിയിലെ മണ്ണുമാറ്റിയുള്ള പരിശോധന എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. കാരണം ഗംഗാവലി നദി നിറഞ്ഞ് ഒഴുകുകയാണ്. അടിയൊഴുക്ക് ശക്തമാണ്. ഈ നദിയിലുള്ള അടിയൊഴുക്ക് ശക്തമാണ്. തിരച്ചിൽ നടത്തുന്ന നേവിയുടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ പറയുന്ന രീതിയിലുള്ള വെല്ലുവിളി, നദിയിലെ കുത്തൊഴുക്കും അതോടൊപ്പം തന്നെ കനത്ത മഴയും, ഇടവിട്ട് വരുന്ന കനത്ത മഴയും ഈ ഒരു തിരച്ചിലിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ മഴയില്ല, എന്നാൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. മഴയുടെ കാലാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഒന്നിടവിട്ടുള്ള ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആ മഴയുണ്ടാകുന്ന സമയത്ത് അതിശക്തമായ മഴയാണ്, കാറ്റോട് കൂടിയ മഴയാണ് ഉണ്ടാകുന്നത്. അത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ നേരെ അഞ്ജന പറഞ്ഞതുപോലെ ഇന്ന് 9ാം ദിവസം എത്തിയിട്ടും അർജുനെ ലോറിയെ സംബന്ധിച്ച ഒരു വിവരവുമില്ല. ഇന്ന് ഇനി കുറച്ചുകൂടി കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ നടത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെയും നദിയിലും അതോടൊപ്പം തന്നെ ഈ മണ്ണിടിഞ്ഞ ഭാഗത്തുമാണ് പരിശോധന നടത്തിയത്. നദിയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇതുവരെയും നടത്തിയിരുന്നില്ല. ഇന്നാണ് ആ ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. ആദ്യം ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെ അവിടെ ലോറി ഉണ്ടാകും എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാം അവിടെയാണ് കൂടുതൽ പരിശോധന നടത്തേണ്ടതെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അവിടെ പരിശോധന നടത്തിയത്. ഇന്നലെ നദിയിലെ തിരച്ചിൽ, പൂർണ്ണമായും നദി കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇന്നലെയാണ് തുടങ്ങിയത്. ഇന്ന് ഈ പറയുന്ന മണ്ണ് മാറ്റിയുള്ള അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് ഈ ഇന്നത്തെ പ്രവൃത്തി തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാവൂ. ഭൂമി മെഷീൻ ഉണ്ടെങ്കിൽ കൂടിയും അത് റോഡിൽ ഉറപ്പിച്ചുകൊണ്ട് മാത്രമേ മണ്ണ് കോരാൻ കഴിയൂ. കാരണം ഗംഗാവാലി നദി എന്ന് പറയുന്നത് 200 മീറ്ററിലധികം വീതിയുള്ള വളരെ വലിയ ഒരു നദിയാണ്. അതുകൊണ്ട് അതിൻ്റെ മധ്യഭാഗത്താണ് ഈ മണ്ണെല്ലാം തന്നെ കൂടിക്കിടക്കുന്നത്. എത്രത്തോളം അവിടെയുള്ള മണ്ണ് മാറ്റാൻ കഴിയും എന്നുള്ളത് അതിൻ്റെ പ്രായോഗിക തടസ്സങ്ങൾ ആ പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. 60 അടി ആഴത്തിൽ മണ്ണ് കോരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ മധ്യഭാഗത്തൊക്കെ അത് വലിയ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ സംവിധാനം ഇത് വലിയ നീളമുള്ള യന്ത്രക്കൈകളുള്ള ഹിറ്റാച്ചി തന്നെയാണ്. അത് റോഡിൽ നിർത്തിയിട്ടിട്ട് വേണം ഈ യന്ത്രക്കൈ കൊണ്ട് മണ്ണ് മാന്താൻ. അത് തീർച്ചയായും അതിന് അവിടെ ഉറപ്പിച്ച് നിർത്തുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായി വരും. അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കും എന്നിന്നലെ കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രായോഗികമായ തടസ്സങ്ങളും എല്ലാം നേരിട്ടേക്കാം. കാരണം ഈ പറയുന്ന രീതിയിലുള്ള അത്രയും ആഴത്തിൽ അവിടെ വ്യാപ്തിയിൽ മണ്ണ് പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മാത്രമല്ല ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വലിയ പ്രായോഗിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. നിരവധി അനുമതികൾ, അവിടെയുള്ള മണ്ണ് പുഴയിൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റണമെങ്കിൽ നിരവധി അനുമതികൾ ആവശ്യമായി വരും. റെയിൽവേയുടെ ഉൾപ്പെടെ അനുമതി വേണം. കാരണം ഈ അപകടം നടന്നതിന് തൊട്ട് താഴെ നദിക്ക് കുറുകെ ഗംഗാവാലി നദിക്ക് കുറുകെ റെയിൽവേയുടെ പാലം ഉൾപ്പെടെ കടന്നു പോകുന്ന പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള അനുമതികളെല്ലാം ലഭിക്കേണ്ടത് ആവശ്യമാണ്. നദിയിലെ മണ്ണ് മാറ്റിയുള്ള പരിശോധന നടക്കണമെങ്കിൽ, ഡ്രഡ്ജിങ് നടക്കണമെങ്കിൽ ഇന്നേതായാലും കരയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റുന്ന ഒരു ജോലിയിലേക്കായിരിക്കും കടക്കുക. ഏതായാലും ഇന്നലെ ലഭിച്ചിട്ടുള്ള ഈ സോണാർ സിഗ്നലിൽ ഒരു പ്രതീക്ഷ വച്ച് പുലർത്തിക്കൊണ്ട് ഈ മണ്ണിനടിയിൽ, ഈ വെള്ളത്തിൽ അതിൻ്റെ മണ്ണിനടിയിൽ കനമുള്ള വസ്തു ഉണ്ട് എന്നുള്ള സിഗ്നൽ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ നടത്തുമ്പോൾ ഭൂമിൻ്റെ സഹായത്തോടു കൂടി അവിടെയുള്ള മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമമായിരിക്കും ഉണ്ടാവുക. അഞ്ജന, ഈ ഭൂമിന്റെ സഹായത്തോടെയുള്ള മണ്ണ് മാറ്റൽ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാരണം നമുക്ക് അറിയുന്നത് പോലെ ഗംഗാവാലി പുഴ അത് ഗതിമാറി ഒഴുകുകയും അതിലേക്ക് വലിയൊരു മൺകൂനയാണ്. ആ ഒരു മലയുടെ ഒരു ഭാഗം മുഴുവൻ മണ്ണിടിഞ്ഞ് വീണ് അതിനകത്ത് നിരവധി ഭാഗങ്ങളിൽ ഈ ഒരു മൺകൂന, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അത് കണ്ടതാണ്, ഒരു മൺകൂനയൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഇതൊക്കെ ഉപയോഗിച്ച്, ഭൂമൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധന എന്ന് പറയുമ്പോൾ അത് ഒരു ഏകദേശം 60 അടി താഴ്ചയിൽ വരെ ഈ ഒരു സിഗ്നൽ ലഭിച്ച, സോണാർ സിഗ്നൽ ലഭിച്ച ഒരു പ്രദേശത്ത് ഏകദേശം 60 അടി താഴ്ചയോട് വരെ എത്താവുന്നതാണ്. പക്ഷേ സന്തോഷം, അപ്പോഴും നമ്മൾ കാണേണ്ടത് എന്ന് പറയുന്നത് ഈ പുഴയിലെ മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കരയിലെ രക്ഷാപ്രവർത്തനത്തെക്കാൾ കൂടുതൽ ദുഷ്കരമായൊരു സാഹചര്യമാണെന്ന് തോന്നുന്നു. കാരണം കരയിലേതിന് കുറച്ചുകൂടെ വിപരീതമായൊരു സാഹചര്യത്തിലാണ് പുഴയിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അത് മാറ്റുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതൊരു ഉറച്ചുപോയൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാറ്റുക എന്ന് പറയുന്നത് അത് കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്?
തീർച്ചയായും കരയിലെ മണ്ണ് മാറ്റുന്നത് പോലെ എളുപ്പമല്ല നദിയിൽ ഉള്ള അടിഞ്ഞുകൂടിയ മൺതട്ട നീക്കി മണ്ണ് മാറ്റി പരിശോധിക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള അവിടെ നമുക്ക് ഇന്നലെ ഈ പരിശോധന നടത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ബോട്ടുകൾ പോലും അവിടെ കനത്ത ഒഴുക്കിൽ ഗംഗാവാലി നദി നിറഞ്ഞ് ഒഴുകുകയാണ്, കുത്തൊഴുക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പോലും പരിശോധന നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. അവിടെ ഉറപ്പിച്ച് നിർത്തി ഇത് പരിശോധന നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നദിയുടെ മധ്യഭാഗത്തുള്ള മണ്ണ് മാറ്റുക എന്നുള്ളത് അതീവ ദുഷ്കരമായ ജോലി തന്നെയായിരിക്കും. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പില്ലറുകൾ സ്ഥാപിച്ചുകൊണ്ട് ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ് അതിനുള്ള ഒരു മണ്ണ് മാറ്റണമെങ്കിൽ അങ്ങനെ കഴിയുകയുള്ളൂ. അങ്ങനെ നടത്തണമെങ്കിൽ തന്നെ അത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഇന്നലെ ഈ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾക്കെല്ലാം ശേഷം കാർവാർ MLA മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഏതായാലും അതിലേക്ക് കടക്കേണ്ടി വരും ചിലപ്പോൾ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈയൊരു തിരച്ചിലിൽ തന്നെ നദിയിൽ ഈ ബൂം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാന്തിയുള്ള പരിശോധനയിൽ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇവർ ഉറപ്പിച്ച് പറയുന്നത്, ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കർണാടക സർക്കാർ ഉൾപ്പെടെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭാഗത്തായി ഏതാണ്ട് മണ്ണ് ഈ നദിയിലേക്ക് പതിച്ച ഭാഗത്ത് അതിൻ്റെ ഒരു ഏതാണ്ട് ആ ഒരു 50 ഈ നദിയിലേക്ക് എത്തുന്ന പകുതി ഭാഗത്തിനിടയിലായി ഒരു 100 അടിക്ക് 100 മീറ്ററിന് ഉള്ളിലായി തന്നെ ഈ ലോറി ഉണ്ടാകും. അതായത് ഏതാണ്ട് 200 മീറ്ററിൽ അധികമുണ്ട് ഗംഗാവാലി നദിയുടെ ഈ വീതി എന്ന് പറയുന്നത്. കരയിൽ നിന്നും അത് ഒരു 100 മീറ്റർ വരെയൊക്കെ മണ്ണ് കിടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ മണ്ണിടിഞ്ഞ തീരത്തോട് ചേർന്നുള്ള ഈ 50 മീറ്ററിനകത്ത് തന്നെ ചിലപ്പോൾ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇന്നലെ MLA പറഞ്ഞത്. അദ്ദേഹം അതിന് വളരെ ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണമൊക്കെ നൽകിയിട്ടുണ്ട്. ലോറി തലകീഴായി മറിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മറിയുകയാണെങ്കിൽ ഈ വെള്ളത്തിനടിയിൽ ആദ്യം ഈ ടയർ ഭാഗം മുകളിലേക്കായ നിലയിലായിരിക്കും ഈ ലോറി ഉണ്ടാവുക. അതിൻ്റെ മുകളിൽ കനത്തിൽ മണ്ണും വീണിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് ആ മുകളിലത്തെ മണ്ണ് മാറ്റുമ്പോൾ ലോറി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചത്. ഏതായാലും അങ്ങനെയുള്ള ഒരു പരിശോധന തന്നെയായിരിക്കും ഇന്ന് നടത്തുകയും ചെയ്യുക. ഈ സിഗ്നൽ ലഭിച്ച ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടത്തുക. ഏതായാലും ഇന്നിപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ, ആരംഭിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് നീങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ 8 മണിയോടുകൂടിയാണ് തിരച്ചിൽ ആരംഭിച്ചത്. ഇന്ന് ഇപ്പോൾ കുറച്ച് നേരത്തെ ആരംഭിക്കും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ നമുക്കങ്ങോട്ടേക്ക് ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ ഒരു സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലിലേക്ക് ഇന്ന് കടക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ മഴ ഉണ്ടായില്ലെങ്കിൽ തിരച്ചിൽ കുറച്ചുകൂടി വേഗത്തിൽ നടത്താൻ കഴിയും. ഈ മഴയുള്ള സമയത്ത് നേവി ഇന്നലെ പലതവണയായി നദിയിലെ തിരച്ചിൽ നിർത്തിവെച്ചിരുന്നു. മാത്രമല്ല സ്കൂബ ഡൈവേഴ്സിന് അവിടെ പരിശോധന നടത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ കുത്തൊഴുക്ക് തന്നെയാണ്, അടിയൊഴുക്ക് തന്നെയാണ് പ്രധാന കാരണം. സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ അവിടെ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഒഴുകിപ്പോയി 20 മീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്താണ് എത്തുന്നത്. ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അത്രയും ഒഴുക്ക് ഗംഗാവാലി നദിയിലുണ്ട്. ഗംഗാവാലി നദിയിൽ ഈ മേഖലയിലെല്ലാം ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒരുപാട് ചെറിയ നദികളും തോടുകളും എല്ലാം ഉത്ഭവിച്ച് അത് ഈ ഗംഗാവാലിയിലെ നദി എന്ന സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകി കടലിൽ ചേരുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് നല്ല വീതിയിൽ പുഴ ഒഴുകുന്ന സ്ഥലമാണ്. മാത്രമല്ല ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് അതിൻ്റെ പല സ്ഥലത്തും ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള ഗംഗാവാലി നദിയിലാണ് ഈ പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് നേവി അവിടെ തിരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് മഴ ഉണ്ടാകുന്നത് എപ്പോഴും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്, ദൗത്യത്തിന് തടസ്സമായി തന്നെ പലപ്പോഴും മാറുന്നുണ്ട്. ഇന്നേതായാലും ഇതുവരെ രാവിലെ മഴയില്ല, പക്ഷേ മഴ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പല മേഖലകളിലും മഴ പെയ്യുന്നുണ്ട്. മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ തിരച്ചിൽ നടക്കുന്നതിന് ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്താണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് അവിടേക്ക് ആരെയും അനുവദിക്കുന്നില്ല. പ്രാദേശികമായി
അത്യാവശ്യമായിട്ടുള്ള വാഹനങ്ങളെ പോലും അവിടേക്ക് കടത്തിവിടുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് അതിൻ്റെ ഓട്ടോറിക്ഷയെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മടക്കി അയക്കുന്നതാണ് കാണുന്നത്. ഈ റോഡ് പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നു പോകുന്നുള്ളൂ. മാത്രമല്ല ഇവിടെ കഴിഞ്ഞ 9 ദിവസങ്ങളായി നിരവധി ടാങ്കർ ലോറികളും അതോടൊപ്പം തന്നെ ചരക്ക് ലോറികളും എല്ലാം തന്നെയും ഇവിടെ ഈ റോഡ് തുറന്നു കൊടുക്കുന്നതിനായി കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ ഇന്ന് 9 ദിവസമായി ഈ കാണുന്ന ലോറികളെല്ലാം ഇവിടെ നിർത്തിയിട്ടത്. ഇത് വളരെ ഏതാണ്ട് പിൻഭാഗത്തോട്ട് ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇതുപോലെ ലോറികൾ, ചരക്ക് ലോറികളും ടാങ്കർ ലോറികളും എല്ലാം തന്നെ നിർത്തിയിട്ടുണ്ട്. അവരും ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നു, ഇതുവഴി തന്നെ ലോറികൾ കടത്തിവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ റോഡ് മുഴുവനായിട്ടും ക്ലിയർ ചെയ്യുന്നതുവരെ, അപകടാവസ്ഥ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതുവരെ ഇതുവഴി വാഹനങ്ങൾ വിടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് കർണാടക സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്.